ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡിന് 25 മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് എന്തോരം കമൻസാണ് വന്നതെന്നറിയോ. ഇത് ഞങ്ങളുടെ ഹൈറൈഡർ ഹൈബ്രിഡാണ്, എടുത്തിട്ട് ജസ്റ്റ് 1 വീക്കാണ് ആയത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മൈലേജ് 24.3, ഓൾമോസ്റ്റ് 25 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മൈലേജാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പം അധിക്ഷേപിച്ചവരൊക്കെ എന്ത് പറയുന്നുണ്ട്, ചുമ്മാ ഒരു കാര്യം അറിയാണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കണമല്ലേ, അത് നിങ്ങളുടെയൊക്കെ ഒരു 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 സൂക്കേടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഹൈറൈഡർ നോർമൽ വണ്ടിയുണ്ട് കേട്ടോ, ഹൈബ്രിഡ് അല്ലാത്തത്. അതിനൊരു 14-15 ആയിരിക്കും കിട്ടുന്നത്. കമ്പനി 18 ആയിരിക്കും പറയുന്നത്. പക്ഷേ ഹൈബ്രിഡിന് കമ്പനി പറയുന്നത് 28. ഞങ്ങൾക്ക് 1000-2000 കിലോമീറ്റർ 1000 ഓടിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 25 മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇനി കളിയാക്കുന്നവരൊക്കെ വായും വെച്ച് മിണ്ടാതിരുന്നോളണം. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അത് നേരെ അറിഞ്ഞിട്ട് വേണം കമൻറ്റ് വിട്ട് കളിയാക്കാനും ചിരിക്കാനും ഒക്കെ വരാൻ കേട്ടോ. വീഡിയോ ഇട്ടാൽ അതിൽ 90% നല്ല കാര്യം ഉണ്ടാവും, ഒരു 10% ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും. അപ്പം അഥവാ തെറ്റില്ലെങ്കിൽ തന്നെ തെറ്റ് കണ്ടുപിടിച്ചോളും. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചത് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇതായിരിക്കും കേട്ടോ. അതിന് കണ്ടുപിടിച്ചിരുന്ന് എഴുതുമ്പോൾ ഒരു കമൻറ്റും ഒക്കെ ഇട്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടെയാ സമയം? വേറെ ഒരു പണിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ആവശ്യമില്ലാത്ത കമൻസും കാര്യങ്ങളും ഒക്കെ ഇടുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ഞാൻ വന്ന് അതിനെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യും? സുഹൃത്തുക്കളെ, ഇത് ഞങ്ങൾ വെറുതെ യൂട്യൂബേഴ്സിൻ്റെ കാര്യം പറയാണ്. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, വെറുതെ അങ്ങ് ഫോണും കുത്തി ഇരുന്നാൽ യൂട്യൂബിൽ വീഡിയോ ആവും, ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലാവും, അതുകൊണ്ട് 10 കാശുണ്ടാക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം. എന്നാൽ അങ്ങനെയല്ല, ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട്. നിങ്ങളെല്ലാവരും ചെയ്യുന്ന ജോലി പോലെ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ കരുതും പോലെ ചുമ്മാ ഫോണും എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അതങ്ങ് പോസ്റ്റായി അത് നിങ്ങൾ കാണുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരുപാട് എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ, എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കാര്യം പറയുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്നെന്ന് പറഞ്ഞ് കിട്ടത്തില്ല സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതുപോലെ ആവാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇല്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ചില ദിവസങ്ങളിൽ ഉറക്കം പോലും ഇല്ലാണ്ട് ഞാൻ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്നറിയോ? എത്ര വീഡിയോസ് ഉറക്കം കൂടി ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതൊന്നും നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമല്ല, ഭയങ്കര മോശം. എനിക്ക് നിങ്ങളോടൊക്കെ വളരെ പുച്ഛമാണ് തോന്നുന്നത്. മോശം കമൻസ് ഇടുന്നവരെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നവർ 100 പേരുണ്ട്, അതിൽ 10 പേര് മോശം തന്നെയാണ്, വളരെ മോശം അവരുടെ രീതി. ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് കേട്ടോ, ചിന്തിക്കുന്നത്. ഇത്ര മാത്രം ഇരുന്ന് കുത്തിക്കുറിക്കാൻ ചില സ്ത്രീകൾ കമൻസ് ഇടും കേട്ടോ. അത് കാണുമ്പോഴാണ് നമ്മളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സ്ത്രീകളുണ്ടല്ലോ എന്ന് ആലോചിക്കും. അവർക്ക് ചിലപ്പോൾ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്താ പറയുക അല്ലേ, വിവരദോഷം അത്ര തന്നെ.